ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 16. കഥാസാരം തുടരുന്നു. സുഗ്രീവാജ്ഞയാൽ വാനരവീരന്മാർ നാനാദേശത്തു നിന്നും കിഷ്കിന്ധയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ശ്രീരാമനാകട്ടെ സീതാദേവിയെ ആലോചിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാ സീതേ, മമ പ്രാണവല്ലഭേ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നീ നിന്റെ ദേഹം വെടിഞ്ഞോ എന്നെല്ലാം ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനകിയെ കട്ട കള്ളനെ ഞാൻ ഉറപ്പായും നിഗ്രഹിക്കും. സുഗ്രീവൻ എന്നെ മറന്നുവോ? അവന് രാജ്യം ലഭിച്ചപ്പോൾ സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുകയായിരിക്കും. ശരത്കാലം വന്നു, ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നില്ല. ഉപകാരം ചെയ്ത എന്നെ അവൻ മറന്നോ? ഇത്ര നന്ദിയില്ലാത്തവനാണോ അവൻ? ഇതെല്ലാം കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ വധിക്കപ്പെടേണ്ടവനാണ്. ജ്യേഷ്ഠ, അങ്ങ് ആജ്ഞ തന്നാലും. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അവൻ വധിക്കപ്പെടേണ്ടവനല്ല, നീ ചെന്ന് അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. അങ്ങനെ ലക്ഷ്മണൻ കിഷ്കിന്ധ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ലക്ഷ്മണൻ വന്നതറിഞ്ഞ് അംഗദൻ ഓടിയെത്തി. അംഗദൻ സന്തോഷത്തോടെ ലക്ഷ്മണനെ തൊഴുത് നമസ്കരിച്ചു. ലക്ഷ്മണൻ അംഗദനെ ആശീർവദിച്ചു. ലക്ഷ്മണൻ അംഗദനോടായി പറഞ്ഞു, സുഗ്രീവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ നടത്തിക്കൊടുത്തു. എന്നാൽ ശ്രീരാമദേവന്റെ ആവശ്യങ്ങൾ സുഗ്രീവൻ മറന്നിരിക്കുന്നു. അനിഷ്ടങ്ങൾ സംഭവിക്കും. ലക്ഷ്മണൻ കോപത്തിലാണെന്ന് മനസ്സിലാക്കിയ അംഗദൻ വിവരം സുഗ്രീവനെ അറിയിച്ചു. ഉടൻ തന്നെ സുഗ്രീവൻ ഹനുമാനെ വിളിച്ചു വരുത്തി പറഞ്ഞു, നീ ചെന്ന് ലക്ഷ്മണനെ നയത്തിൽ സംസാരിച്ച് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഹനുമാൻ നേരെ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നു തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്താണ് പുറത്തു തന്നെ നിന്നത്? അകത്തേക്ക് വന്നാലും രാജാവ് എല്ലാം സാധ്യമാക്കി തരും. സൗമിത്രിയുടെ കൈപിടിച്ച് ഹനുമാൻ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് കയറിയതും അവിടെ താര തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്തനായ അങ്ങയുടെ ഭൃത്യനായ കവീന്ദ്രനോട് കോപമുണ്ടായാൽ അവന് പിന്നെ എന്ത് ഗതിയാണുള്ളത്? കപിവരർക്ക് ചാബല്യങ്ങൾ പലതുണ്ട്. അങ്ങയുടെ കൃപയാൽ സൗഖ്യത്തോടെ ഇത്രയും നാൾ കഴിഞ്ഞു. എന്നാൽ നാനാഭാഗത്തു നിന്നും കവികുലത്തോട് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാക്ഷസകുലത്തിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ശ്രീരാമചന്ദ്രന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവുകയും ചെയ്യും. താരയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ നേരെ സുഗ്രീവ സന്നിധിയിലേക്ക് എത്തി. ലക്ഷ്മണനെ കണ്ടയുടൻ സുഗ്രീവൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു. എന്നാൽ സുഗ്രീവനെ കണ്ട മാത്രയിൽ കോപത്തോടുകൂടി ലക്ഷ്മണൻ ചോദിച്ചു, നീ എങ്ങനെ ശ്രീരാമചന്ദ്രനെ മറന്നു? നിനക്ക് നിന്റെ ജ്യേഷ്ഠന്റെ മാർഗം പിന്തുടരാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട ഹനുമാൻ പറഞ്ഞു, അയ്യോ, ശ്രീരാമചന്ദ്രന് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? ശ്രീരാമകാര്യാർത്ഥമാണ് ഈ വാനരന്മാർ എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. തുടർന്ന് സുഗ്രീവൻ പറഞ്ഞു, ശ്രീരാമദാസനായ ഞാൻ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നു. 3 ലോകത്തെയും നിമിഷാർത്ഥം കൊണ്ട് രാഘവൻ ജയിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ ലക്ഷ്മണന്റെ മനസ്സിലെ സന്ദേഹം മാറി. തുടർന്ന് ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീരാമസന്നിധിയിലേക്ക് പോകേണ്ടതുണ്ട്. സുഗ്രീവൻ, ഹനുമാൻ, അംഗദൻ അങ്ങനെ എല്ലാവരെയും കൂട്ടി ലക്ഷ്മണൻ ശ്രീരാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമനെ കണ്ട സുഗ്രീവൻ അദ്ദേഹത്തെ വണങ്ങി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ ഈ കവികുലത്തെ? ദൈവകാര്യാർത്ഥം നാനാഭാഗത്തു നിന്ന് വരുത്തിയതാണ്. ഇനി രാക്ഷസന്മാരുടെ വീര്യമടക്കാൻ ഇവർ മതി. കേമന്മാരായ വാനരന്മാരെ പേര് പറഞ്ഞു തന്നെ ശ്രീരാമനെ പരിചയപ്പെടുത്തി. ഇവരെല്ലാം നിന്റെ ആജ്ഞയ്ക്ക് കാതോർത്തു നിൽക്കുകയാണ്. സന്തോഷം കൊണ്ട് ശ്രീരാമൻ സുഗ്രീവനെ ഗാഢാലിംഗനം ചെയ്തു. ശ്രീരാമൻ പറഞ്ഞു, ജാനകിയെ തേടി ഇവരെ നാനാഭാഗത്തേക്ക് അയക്കണം. ഉടനെ സുഗ്രീവന്റെ ആജ്ഞയെത്തി. 100,000 വാനരന്മാർ 4 ദിക്കിലേക്കും പോകട്ടെ. വിശേഷിച്ച് ദക്ഷിണ ദിക്കിലേക്ക് അത്യുന്നതന്മാർ തന്നെ പോകട്ടെ. അംഗദൻ, ജാംബവാൻ, മൈഗ്നൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ, വാദാത്മജനായ ഹനുമാൻ ഇവരെല്ലാം ദക്ഷിണ ദിക്കിലേക്ക് തന്നെ പോകണം. എല്ലാവരും ശ്രീരാമനെയും സുഗ്രീവനെയും തൊഴുത് യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ ശ്രീരാമദേവനെ തൊഴുതു നിന്ന ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ജാനകിയെ നീ കാണുമ്പോൾ നിന്നിൽ വിശ്വാസമുണ്ടാവാൻ എന്റെ ഈ അങ്കുലിയം കൊടുക്കണം. എന്നിട്ട് അടയാളവാക്യവും പറഞ്ഞു കൊടുത്തു. ഹനുമാനും കൂട്ടരും ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു. ഹരേ രാമ ഹരേ രാമ.